ലോകഭൂപടത്തിൽ പേർഷ്യൻ ഗൾഫിലെ ഒരു ചെറിയ ബിന്ദു മാത്രമാണ് ഗാർക്ക് ദ്വീപ്. എന്നാൽ ആധുനിക ഭൗമരാഷ്ട്രീയത്തിലെ 20 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഒരു വൻകരയോളം തൂക്കമുള്ള സ്വാധീന ശക്തിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ ഇറാന്റെ ഈ സാമ്പത്തിക സ്ഥിര ലക്ഷ്യം വയ്ക്കുമ്പോൾ അത് വെറും ഒരു അധിനിവേശമല്ല, മറിച്ച് ലോകം ഇതുവരെ കാണാത്ത ഒരു മഹാദുരന്തത്തിന്റെ വിത്തുപാകാൻ സാധ്യതയുണ്ട്. ഇറാൻ വെറും ഒരു വെനസ്വേലയോ ഇറാഖോ അല്ലെന്നും ഗാർക്ക് പിടിക്കാൻ ഇറങ്ങുന്ന അമേരിക്കൻ സൈനികർ നേരിടാൻ പോകുന്നത് സമുദ്രത്തിലെയും കരയിലെയും അഗ്നി പരീക്ഷകളാണെന്നുമുള്ള യാഥാർത്ഥ്യം നാം വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇറാന്റെ തീരത്ത് നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗാർക്ക് ദ്വീപിനെ ഇറാന്റെ സാമ്പത്തിക ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം കൊണ്ടാണ്. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ ദ്വീപിലെ കൂറ്റൻ ടെർമിനലുകൾ വഴിയാണ്. ആഴക്കടൽ സൗകര്യമുള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ടാങ്കറുകൾ ഇവിടെ സുരക്ഷിതമായി അടുക്കാൻ സാധിക്കും. ട്രംപിന്റെ മാക്സിമം പ്രഷർ നയത്തിന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും അടയ്ക്കുക എന്നതാണ്. ഗാർക്ക് പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്താൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. എന്നാൽ ഈ സ്വർണ്ണക്കോട്ട പിടിക്കുക എന്നത് കടലാസിൽ കാണുന്നത് പോലെ എളുപ്പമല്ല. ചരിത്രം പരിശോധിച്ചാൽ ഗാർക്ക് ദ്വീപിന്റെ പ്രതിരോധ കരുത്ത് നമുക്ക് ബോധ്യപ്പെടും. 1980 മുതൽ 1988 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് സദ്ദാം ഹുസൈൻ ഗാർഗിനെ ആക്രമിച്ചത്. ടാങ്കർ യുദ്ധം എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ നൂറുകണക്കിന് തവണയാണ് ഇറാഖി വ്യോമസേന ഗാർഗിൽ ബോംബുകൾ വർഷിച്ചത്. മിസൈലുകൾ അയച്ച് ചാവേർ ആക്രമണങ്ങൾ നടത്തിയും ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ സദ്ദാം ശ്രമിച്ചു. എന്നാൽ അന്ന് സാങ്കേതികമായി ഇന്നത്തെ അത്ര കരുത്തില്ലാതിരുന്നിട്ടും ഇറാൻ ആ ദ്വീപിനെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിച്ചു. ഇന്ന് ഇറാൻ കൈവരിച്ചിട്ടുള്ള മിസൈൽ ഡ്രോൺ സാങ്കേതികവിദ്യ സദ്ദാമിനെ കാലത്തേക്കാൾ 1000 മടങ്ങ് ശക്തമാണ്. സദ്ദാമിന് കിട്ടാക്കണിയായ ഗാർക്ക് ട്രംപിനും ഒരു കരിനിഴലായി മാറുമെന്നതിൽ സംശയമില്ല. അമേരിക്കൻ സൈന്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്നതിൽ തർക്കമില്ല. എന്നാൽ വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും നാം കണ്ടത് സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി ഭൂപ്രകൃതിയും പോരാളികളുടെ മനോവീര്യവുമാണ് യുദ്ധഗതി നിശ്ചയിക്കുന്നതെന്നാണ്. അമേരിക്കൻ സൈനികർ തങ്ങളുടെ ജോലിയുടെ ഭാഗമായി യുദ്ധം ചെയ്യുമ്പോൾ ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ രാജ്യത്തെ മതത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തെ ഒരു പുണ്യകർമ്മമായാണ് കാണുന്നത്. മരണം ഒരു വിജയമായി കാണുന്ന ഒരു സേനയെ നേരിടുക എന്നത് അമേരിക്കൻ ജനറലുകളെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ഇറാൻ അതിന്റെ ഭൂപ്രകൃതിയിൽ ഒരു പ്രതിരോധ കവചമായി മാറിയിരിക്കുന്നു. ഗാർക്ക് ദ്വീപിന് ചുറ്റുമുള്ള കടൽ തീരങ്ങൾ മൈനുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കൂടാതെ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ചാവേർ ഡ്രോണുകളും സ്രാക്കുകളെ പോലെ പതിയിരിക്കുന്ന മിനി സബ്മൈനറുകളും അമേരിക്കൻ നാവികസേനയെ കാത്തിരിക്കുന്നു. നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഉപരിയായി അസിമെട്രിക് യുദ്ധമുറയിലാണ് ഇറാൻ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ചെറിയ സ്പീഡ് ബോട്ടുകളിൽ ഒരേ സമയം ആക്രമണം നടത്തുന്ന സ്വാം അറ്റാക്ക് രീതി അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളതാണ്. ഗാർക്ക് ദ്വീപിന് ചുറ്റും ഇറാൻ വിന്യസിച്ചിരിക്കുന്ന പ്രതിരോധ നിര അത്യധികം അപകടകരമാണ്. റഷ്യൻ നിർമ്മിത S-300 മിസൈലുകൾക്ക് പുറമെ ഇറാന്റെ സ്വന്തം നിർമ്മിതിയായ ബാവർ 373 പോലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ ഗാർഗിന് കാവലുണ്ട്. ദ്വീപിന്റെ ഉള്ളിൽ തന്നെയുള്ള ഭൂഗർഭ അറകളിൽ മിസൈലുകളും ഡ്രോണുകളും സജ്ജമാണ്. അമേരിക്കൻ കമാൻഡോകൾ ദ്വീപിൽ ഇറങ്ങാൻ ശ്രമിച്ചാൽ അവർക്ക് നേരിടേണ്ടി വരിക ആന്റി പേഴ്സണൽ മൈനുകൾ, മൻപാഡ്സ് മിസൈലുകളാണ്. കരയുദ്ധത്തിനിറങ്ങുന്ന ഓരോ അമേരിക്കൻ സൈനികരും തിരിച്ചുവരവില്ലാത്ത യാത്രയാകും അതെന്ന് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് കേവലം തമാശയല്ല. ഗാർക്ക് ദ്വീപിന് നേരെയുള്ള ഒരു ചെറിയ ആക്രമണം പോലും ആഗോള തലത്തിൽ വൻ സ്ഫോടനത്തിന് വഴിതെളിക്കും. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗം കടന്നുപോകുന്ന പാതയാണിത്. ഗാർക്ക് ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ ഈ കടലെടുക്ക് പൂർണ്ണമായും അടയ്ക്കും. അതോടെ സൗദി അറേബ്യ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ വിതരണവും നിലയ്ക്കും. എണ്ണവില ബാരലിന് $200 മുകളിലേക്ക് കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിടും. അമേരിക്കയിലെ ഇന്ധനവില വർദ്ധിക്കുന്നത് ട്രംപിന്റെ ഭരണത്തെ തന്നെ പിടിച്ചുകുലുക്കും. ചെങ്കടലിൽ ഹൂതികൾ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കും. ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം കടുപ്പിക്കും. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് ഒന്നാകെ ഒരു അഗ്നിപർവ്വതമായി മാറും. അമേരിക്കൻ ജനത മറ്റൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നും തങ്ങളുടെ മക്കളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അവർ മടുത്തിരിക്കുന്നു. ഗാർക്ക് പിടിക്കാനുള്ള ശ്രമത്തിൽ നൂറുകണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ വൈറ്റ് ഹൗസിൽ ട്രംപിന്റെ കസേര തെറിക്കുമെന്നതും ഉറപ്പാണ്. സൈനിക നേതൃത്വം പോലും ഇത്തരം ഒരു ഭ്രാന്തൻ തീരുമാനത്തെ എതിർക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ അഭിമാനവും കരുത്തും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇറങ്ങുന്ന ട്രംപ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അന്തസ്സ് കടലിൽ ഒഴുക്കാനാണ് ശ്രമിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർ സ്രാവിനുള്ള ഭക്ഷണമായി മാറുമെന്ന ഇറാനിയൻ കമാൻഡർമാരുടെ വാക്കുകൾ ട്രംപ് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഗാർക്ക് ദ്വീപ് വെറും ഒരു മണ്ണല്ല, അത് ഇറാന്റെ അഭിമാനമാണ്. ആ അഭിമാനത്തിന് മേൽ കൈവയ്ക്കാൻ വരുന്നവർ ആരായാലും അവർക്ക് അറബിക്കടലിൽ തിരമാലകൾ ഒരു ശവക്കല്ലറ ഒരുക്കും. ആധുനിക യുദ്ധതന്ത്രങ്ങളും രാജ്യസ്നേഹവും ഒത്തുചേരുന്ന ഇറാനിയൻ പ്രതിരോധത്തിന് മുന്നിൽ ട്രംപിന്റെ ഭീഷണികൾ വെറും ജലരേഖയായി മാറും. കൈവിട്ട കളിക്ക് ഇറങ്ങുന്നതിന് മുൻപ് അമേരിക്കൻ ഭരണകൂടം ഓർക്കേണ്ട ഒന്നുണ്ട്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് അവസാനിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. ഗാർക്ക് ഒരു പവിഴദ്വീപാകാം, പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു മരണക്കിണിയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചരിത്രം ട്രംപിനെ വിശേഷിപ്പിക്കുക അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണക്കാരനായ ഭരണാധികാരി എന്ന നിലയിലായിരിക്കും.